ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു മൊബൈലിൻ്റെ പൗച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ബാക്കി വരുന്ന നമ്മൾ കട്ട് ചെയ്ത തുണിയിൽ നിന്ന് നമ്മളൊരു മൊബൈൽ പൗച്ച് ഉണ്ടാക്കുകയാണ്. അങ്ങനെ മൊബൈൽ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടി 3 ഇത് വേണം. ഒരു മെയിൻ ഫാബ്രിക് വേണം, ഒരു ഭാഗം നമ്മുടെ ക്യാൻവാസ് വേണം, അതിന് വേറെ ഉള്ള ലൈനിങ് കൂടെ വേണം. അങ്ങനെ ഈ 3 സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കൊരു മൊബൈൽ പൗച്ച് ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൊബൈൽ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെടുത്തേക്കുന്ന നീളമെന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. 24 ഇഞ്ച്. വീതി എന്ന് പറയുന്നത് 8.5 ഇഞ്ചുമാണ്. ആദ്യം നമ്മുടെ മെയിൻ ഫാബ്രിക് എടുക്കാം. മെയിൻ ഫാബ്രിക് എടുത്തിട്ട് അതിൻ്റെ പന്നവശം എടുക്കാം, ചീത്ത വശം നമ്മളെടുക്കാം. ആ ചീത്ത വശത്തിലോട്ട് നമ്മുടെ ക്യാൻവാസ് ഇങ്ങനെ അയൺ ചെയ്യുക. ക്യാൻവാസ് മൊത്തത്തിൽ 4 വശവും ഇതുപോലെ അയൺ ചെയ്ത് ഇത് നന്നായിട്ട് ഒട്ടിച്ചിട്ട് കാണിക്കാമേ. അങ്ങനെ ഇതിൻ്റെ ചീത്ത വശത്ത് നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ലൈനിങ് പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് 4 വശവും സ്റ്റിച്ച് ചെയ്യണം. 4 ഭാഗവും സ്റ്റിച്ച് ചെയ്യണേ. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കേ. അങ്ങനെ നമ്മൾ 4 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേ. ഇനി എന്നിട്ട് നമുക്കൊരു മെഷർമെൻ്റ് ഉണ്ട്. ഈ മേളിൽ നിന്ന് ഏതെങ്കിലും ഒരു വശം എടുത്തിട്ട് അവിടെ നിന്ന് താഴോട്ടൊരു 4 ഇഞ്ച്, 2 സൈഡിലും 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരയ്ക്കുക. അവിടുന്ന് പിന്നെയും ഒരു താഴോട്ട് 4 ഇഞ്ച് ഒന്നും കൂടെ അടയാളപ്പെടുത്തുക. 4 ഇഞ്ച് താഴെ ഒന്നുകൂടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതും സ്ട്രൈറ്റ് ലൈനായിട്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് വരച്ച ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ നമ്മളിങ്ങനെ അങ്ങ് മടക്കുക. നമ്മൾ സെക്കൻഡ് ലൈൻ ഒരു വര വരച്ചല്ലോ, ആ ലൈൻസെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇത് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ തിരിച്ചൊന്നും കൂടെ മടക്കുക. ഒന്നും കൂടെ മടക്കുക. എന്നിട്ട് ഈ വശം ഇങ്ങനെ അയൺ ചെയ്യുക. അങ്ങനെ മടക്കി നമ്മൾ എന്നിട്ട് തിരിച്ച് ഈ ഭാഗം ഇങ്ങനെയും കൊണ്ട് നല്ല വശത്തങ്ങ് മടക്കുക. മടക്കിയിട്ട് ഇവിടെയും അയൺ ചെയ്യുക. ഒന്നും കൂടെ കാണിക്കാമേ എങ്ങനെയാണ് മടക്കുന്നതെന്ന്. ആദ്യം നമ്മൾ ഫസ്റ്റ് ലൈൻ മടക്കി അത് നമ്മൾ സെക്കൻഡ് ലൈനിൽ കൊണ്ടുവച്ചു. പിന്നെ എന്നിട്ട് അത് നമ്മൾ ഒന്നും കൂടെ തിരിച്ച് മടക്കാം. തിരിച്ച് നമ്മൾ മടക്കിയിട്ട് എന്നിട്ട് ഈ നല്ല ഭാഗം എടുത്ത് ഈ മടക്കേൻ്റെ മണ്ടക്കോട്ട് കൊണ്ടുവച്ചിട്ട് നമ്മളിതിങ്ങനെ നന്നായിട്ട് അയൺ ചെയ്യുക. അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് സീം വിട്ടിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഓപ്പൺ ആയ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വരച്ചിട്ടുണ്ട്. ഫോൾഡായ ഭാഗത്തും ഒരു 1/4 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ. എന്നിട്ട് ഈ വരച്ചിടത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ എടുത്തതിൻ്റെ ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മളിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഇതിപ്പോൾ 8.5 ഇഞ്ചിൻ്റെ സെൻറ്റർ 4.4 സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് സെൻറ്റർ ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു പാത്രം എടുക്കുക. ഈ പാത്രം തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഏത് പാത്രമായാലും എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഈ വരയിൽ ഈ സൈഡിലത്തെ വരയിൽ നിന്ന് ഈ സെൻട്രൽ ലൈനിലേക്കൊരു നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഒരു ഓവൽ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം.
കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വരച്ചതിൻ്റെ അതിൽ കൂടെ തന്നെ നമുക്കൊരു സ്റ്റിച്ചും കൊടുക്കണം. അങ്ങനെ നമ്മൾ പാത്രം വെച്ച് റൗണ്ട് ചെയ്ത ഭാഗത്ത് നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തു. ഇനി അതൊന്ന് കട്ട് ചെയ്യുക. ബാക്കി വരുന്ന ഭാഗം ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് അങ്ങ് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എല്ലാ വശത്തും ചെറിയ ചെറിയ നോട്ടിട്ട് കൊടുക്കുക. നമുക്ക് തിരിച്ചിടുന്നതിന് എളുപ്പ വഴിക്കാണ്, എളുപ്പത്തിൽ നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയാണ്. സ്റ്റിച്ചിങ്ങേ കൊള്ളാതെ ചെറിയ നോട്ടിട്ട് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ചുറ്റിനും. ഇനി നമ്മളിത് തിരിച്ചിടുക. അത് തിരിച്ചിട്ടു. ഇനി നമുക്ക് ഒരു ഭാഗം കൂടെ തിരിച്ചിടാനുണ്ട്. മടങ്ങിയിരിക്കുന്ന ഭാഗം മുഴുവൻ തിരിച്ചിടുക. തിരിച്ചിടുമ്പോൾ ഈ സിസറിൻ്റെ അറ്റം ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്താൽ നല്ല വൃത്തിക്ക് കിട്ടുവേ. എന്നിട്ട് ഇത് നന്നായിട്ട് അയൺ ചെയ്യുക. അങ്ങനെ നമ്മൾ തിരിച്ചിട്ടപ്പോൾ നമുക്ക് വേണ്ട ഇങ്ങനെ കിട്ടിയേ. അകത്തോട്ട് എല്ലാം നല്ല വശത്തോട്ട് നമ്മൾ തിരിച്ചിടണം. തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. എല്ലാ വശവും നന്നായിട്ട് അയൺ ചെയ്യുക. എന്നിട്ട് ഈ സൈഡും ഈ മോൾ ഭാഗവും ഈ സൈഡും നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പതിഞ്ഞിരിക്കേ. എന്നിട്ട് നമ്മൾ ഇത് ആണെങ്കിൽ വെൽക്രോ ടേപ്പ് വെച്ചാണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് പേഴ്സ് ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് വെൽക്രോ ടേപ്പോ അല്ലെങ്കിൽ പ്രസ് ബട്ടണോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമേ. മുകളിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക, ഇവിടെ താഴെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഇത് തമ്മിൽ ഒട്ടിക്കുക. ഇപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുവല്ല, ഇത് ഗ്ലൂ വെച്ച് ഞാൻ ഒട്ടിക്കുവാണേ. ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ മുകളിലും അതേപോലെ താഴെയും ഞാൻ ഒട്ടിക്കുവാണേ. ഇത് പേഴ്സ് കാണാൻ നല്ല വൃത്തിയായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി 5 സ്റ്റോണും 5 മുത്തും കൂടെ ബീഡും കൂടെ ഒട്ടിച്ചിട്ടുണ്ടേ. എന്നിട്ട് ഇങ്ങനെയാണ് ഈ പേഴ്സിൻ്റെ അകം വരുന്നത്. ഇനി എന്നിട്ട് നമ്മുടെ ഒരു മൊബൈൽ ഇട്ട് നോക്കാം. അപ്പം നമുക്കൊരു മൊബൈലൂടെ ഇട്ട് നോക്കാമേ. ഈ ഒരു മൊബൈൽ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് നോക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പം നമുക്കിതിങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം. അപ്പം നമുക്ക് പിന്നെ വേണ്ടാത്ത വല്ലതും നല്ല തുണി ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്കൊരു പേഴ്സ് മൊബൈൽ പൗച്ച് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നതിന് വരെ ബൈ. താങ്ക് യു.